28 ഇയേഴ്സ് ലേറ്റർ ദ ബോൺ ടെമ്പിൾ എന്ന് പറയുന്ന സിനിമ PVR ഫോറമോൾ കാണാൻ എത്തിയിരിക്കുകയാണ്. PVR പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് 123 രൂപ മാത്രമേ ഇതിനു വേണ്ടി മുടക്കേണ്ടി വന്നിട്ടുള്ളൂ. സ്ക്രീൻ 6-ലായിരുന്നു ആൻഡ് ഈ സിനിമ കാണാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇതൊരു ഹൊറർ സിനിമയാണ്, പക്ഷെ എൻറ്റയർ തിയേറ്ററിൽ ഈ പടം കാണാൻ മാത്രമേ ഉണ്ടായുള്ളൂ. എനിക്ക് വേണ്ടി ഒരു പടം ഇട്ടു. 2025 എനിക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകിയ സിനിമയായിരുന്നു 28 ഇയേഴ്സ് ലേറ്റർ. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ദ ബോൺ ടെമ്പിൾ എന്ന് പറഞ്ഞ സിനിമ. എല്ലാവരും വിചാരം ഇതൊരു സാധാരണ സോംബി സർവൈവൽ ത്രില്ലർ ആണെന്നുള്ളതാണ്. പക്ഷേ ഇത് സാധാരണ സോംബി വൈറസ് പോലെ അല്ല ഇതിനകത്തുള്ള റേജ് വൈറസ്. അത് മാത്രമല്ല, ഈ സിനിമയുടെ പൊളിറ്റിക്സ് അതും കൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഒരു അതിഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സിനിമ ഒരു ഫ്രാഞ്ചൈസ് ആണല്ലോ. അപ്പോൾ ഈ 28 ഡേയ്സ് ലേറ്റർ, 28 വീക്സ് ലേറ്ററിൽ നിന്ന് 28 ഇയേഴ്സ് ലേറ്റർ ഈ രണ്ട് സിനിമകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു മെയിൻ ഫോക്കസ് തന്നെ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ താമസിക്കുന്ന സ്ഥലത്തുള്ള അഡൾട്ട്സിന് പഴയ ലോകം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ പുതിയ ജനറേഷന് അവർക്ക് പഴയ ലോകത്തെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോറൽ കോഡ്സ് ആയിരിക്കും ഇവർ തമ്മിൽ ഉണ്ടാവുന്നത്. പിന്നെ ഒരു ഡിഫറെൻ്റ് ഐഡിയാസ് ഓഫ് ഫ്രീഡം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രൂട്ടാലിറ്റി ഇവിടെ നോർമൽ ആവുകയാണ്. ഇതിൻ്റെ പരിണിതഫലമായിട്ട് ട്രോമ അതൊരു കൾച്ചറായിട്ട് മാറുന്നു, വയലൻസ് അതൊരു റുട്ടീനായിട്ട് മാറുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷ എന്ന് പറയുന്ന ആ വാക്ക് പോലും ഇല്ല. ഹോപ്പ് എന്ന് പറയുന്നത് ഈ ജനറേഷനിലുള്ള ആർക്കും തന്നെ ഇല്ല. സോംബി വൈറസ് ആയാലും അല്ലെങ്കിൽ റേജ് വൈറസ് ആയാലും അതൊന്നുമല്ല ഭൂമിയുടെ യഥാർത്ഥ ശത്രു. ഫിയർ, കൺട്രോൾ, പവർ, ഇവയ്ക്ക് ഏത് വൈറസിനേക്കാളും ഭൂമിയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ആഴത്തിലുള്ളൊരു ഫിലോസഫി ഈ സിനിമ പറയുന്നുണ്ട്. വൈറസ് വന്നു പോയാലും ഇല്ലെങ്കിലും മനുഷ്യന്മാർ വീണ്ടും വയലൻസ് റീക്രിയേറ്റ് ചെയ്യുന്നു, ഹയറാർക്കി ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഒപ്രഷൻ, പാരനോയ ഇതെല്ലാം മനുഷ്യ സൃഷ്ടി തന്നെയാണ് എന്നാണ് ഈ സിനിമ അടിവരയിട്ട് പറയുന്നത്. അതുമാത്രമല്ല, ഏത് വൈറസ് ആയാലും മനുഷ്യൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ളത് അത് എക്സ്പോസ് ചെയ്യുക മാത്രമാണ് ഈ വൈറസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള ഇൻഫെക്ഷൻ എന്താണ് എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യം ഈ സിനിമ നമ്മൾ ആസ് എ വ്യൂവർ എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നെസസറി എന്ന പേരിൽ നമ്മൾ ചെയ്യുന്ന മോറൽ കോംപ്രമൈസ്, സർവൈവലിന് വേണ്ടി കാണിക്കുന്നതെല്ലാം നമ്മളുടെ ഐഡിയോളജിയായി മാറുന്ന കാര്യങ്ങൾ, ഒരു ലോങ് ടേം ക്രൈസിസ് എങ്ങനെയാണ് നമ്മളുടെ എത്തിക്സിനെ മാറ്റിയെടുക്കുന്നത് തുടങ്ങി ഒരുപാട് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 28 ഇയേഴ്സ് ലേറ്റർ എന്ന് പറയുന്ന ഈ രണ്ട് സിനിമകളിലായിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സോംബി അല്ലെങ്കിൽ ഒരു സോംബി സർവൈവൽ ആ രീതിയിലല്ല. ഒരു കുറേ തോട്ട് പ്രൊവോക്കിംഗ് ഉള്ള ക്വസ്റ്റ്യൻസ്, ആ ചോദ്യങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ആണിയടിച്ചിറക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സാണ് ആക്ച്വലി ഈ സിനിമ നൽകുന്നത്. അതാണ് എനിക്ക് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഈ റേജ് വൈറസ് മൂലമുള്ള അപ്പോക്ലിപ്സ് എന്നത് മാനവരാശിയെ ഉണ്ടാക്കുന്നില്ല, മനുഷ്യൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആ വൈറസും മൂലം നമുക്ക് മാനവരാശിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു പോയിന്റാണ് ഈ സിനിമ വീണ്ടും പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളോടെയാണ്. നമ്മൾ ഓൾറെഡി 28 ഇയേഴ്സ് ലേറ്റർ ആ സിനിമയിൽ കണ്ടിട്ടുള്ള ഡോക്ടർ കഥാപാത്രം സ്പൈക്ക്, പിന്നെ ജിമ്മിയുടെ ക്യാരക്ടർ ആ സിനിമയുടെ നമ്മൾ ഇതിനു മുമ്പുണ്ടായിരുന്ന സിനിമയുടെ അവസാനമായിരുന്നു ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത്. ഇത് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സ്പൈക്കിൻ്റെ യാത്ര ജിമ്മിയുടെ കൂടെയാണ്. അപ്പോൾ ജിമ്മിയുടെ കൂടെയുള്ള യാത്രയിൽ ഉണ്ടാകുന്ന ഒരുപാട് വയലൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ, പിന്നെ അതിനകത്തുള്ള എല്ലാത്തിനും ഒരു ക്ലോഷർ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങി ആ രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ടെക്നിക്കലി ഈ പടം ഗംഭീരമാണ്. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ആക്ച്വലി ഞാൻ മാത്രമേ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹൊറർ മൂഡിൽ ജംപ് സ്കെയർ സീക്വൻസ് 1-2 ഒക്കെ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. എന്നാൽ പോലും ഒറ്റയ്ക്ക് സിനിമ കാണുക എന്ന് പറയുമ്പോൾ, അത് ഇടയ്ക്കൊരു ജംപ് സ്കെയർ ഒക്കെ വരുമ്പോൾ അതൊരു വല്ലാത്തൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് സിനിമ കണ്ടിട്ടുണ്ട് ഈ വർഷം തന്നെ. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച സ്പോഞ്ച് ബോബ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഹൊറർ തീമിൽ വരുന്ന ഒരു സിനിമ തിയേറ്ററിൽ ഞാൻ മാത്രം. അതൊരു നല്ല, എനിക്ക് വേണ്ടി പേഴ്സണൽ ഷോയൊക്കെ കിട്ടി തന്നിട്ടുണ്ട് PVR ഫോറം, ആൻഡ് താങ്ക്സ് ഫോർ ദാറ്റ്. പക്ഷേ ഇതിൻ്റെ ടെക്നിക്കലി ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ഗംഭീരമായിരുന്നു. പിന്നെ ഈ സിനിമയുടെ മൂഡ് സെറ്റിങ്, അതിൻ്റെ DOP, അതിൻ്റെ കളറിങ്, ഈ ജസ്റ്റ് ഒരു ത്രില്ലിങ് ആ രീതിയിൽ മാത്രമല്ലാണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫിലോസഫിയാണല്ലോ ഈ സിനിമ പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സീക്വൻസും കാര്യങ്ങളായിട്ടുള്ള ക്രിസ്പായിട്ടുള്ള എഡിറ്റിംഗ് എന്ന് തന്നെ പറയാം. ഇതിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരു സീൻ പോലും ഈ പടത്തിലില്ല. അങ്ങനെ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പടം ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ടുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റാൽഫ് ഫിയൻസിൻ്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഫൈനൽ ആക്ടിൽ പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടമുണ്ട്, ആ അഴിഞ്ഞാട്ടമൊക്കെ കണ്ടിരിക്കേണ്ടതാണ്. പിന്നെ ഒരു ആൽഫ സാംസൺ, ഇതിൻ്റെ മുമ്പ് ഇറങ്ങിയ സിനിമയിൽ ആ ഒരു ക്യാരക്ടറിന് അധികമായിട്ടുള്ള റോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആൽഫ സാംസന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു ഡോക്ടറിൻ്റെ ഈ ഒരു ക്യാരക്ടറിനുള്ള ആ നേരത്തുള്ള റാൽഫ് ഫിയൻസിൻ്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു. പിന്നെ നമ്മൾ സിന്നേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള, എനിക്ക് തോന്നുന്നു ആ പടത്തിലും പുള്ളി ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ജാക്കോ കൊനലിലെ ജിമ്മി
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കോപാത്ത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ സൈക്കോപാത്തായിട്ട് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഓവർ ആക്ടായിട്ട് അഭിനയിക്കണം എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് കാണണം. ആ ഒരു കറക്റ്റ് മീറ്ററിൽ പുള്ളി ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ സ്പൈക്കായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൽഫി വില്യംസ് ആണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ പടത്തിലുള്ള ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും പെർഫോമൻസ് വൈസും ഈ പടം സെറ്റാണ്. പിന്നെ ഈ പടത്തിൻ്റെ എൻഗേജിങ് ഫാക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിഞ്ഞ താളത്തിൽ ഞാൻ പറഞ്ഞില്ല, അനാവശ്യമായിട്ടുള്ള സീക്വൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള വയലൻസ് നിറഞ്ഞ സീക്വൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് ആക്ടിലേക്ക് വരുമ്പോഴും ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോഴും ഫസ്റ്റ് ആക്ടിനേക്കാളും കുറച്ചും കൂടി ഒരു സ്പീഡിലുള്ള പേസിങ് കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ നിങ്ങൾക്ക് എവിടെയും ബോറടിക്കുമെന്ന്. കാരണം ചെറിയൊരു പേസിലാണെങ്കിൽ പോലും ഈ പടം കൃത്യമായിട്ട് നമ്മളെ എൻഗേജിങ് ആയിട്ട് പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പടത്തിന് എ സർട്ടിഫിക്കറ്റ് ആണ്. കാരണം നല്ല ഗംഭീര വയലൻസ് ഉണ്ട്. ആ വയലൻസ് സീക്വൻസുകൾ ഇപ്പോൾ തൊലിയുരിക്കുക എന്നൊക്കെ പറയൂലേ, ജീവനോടെ തൊലിയിരിക്കുക, ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നല്ല എഫക്റ്റീവായിട്ട് തന്നെ സ്ക്രീനിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ കേരളത്തിലെ തിയേറ്ററുകൾ എ സർട്ടിഫിക്കറ്റ് പടങ്ങളിലൊക്കെ കുട്ടികളെയൊക്കെ കയറ്റാൻ സമ്മതിക്കും, അവരത് ശ്രദ്ധിക്കില്ല. അപ്പോൾ ആ ഫാമിലി ആയിട്ടൊന്നും ഒരിക്കലും പോകാൻ പറ്റിയതല്ല. ഇതുപോലെ അതിൻ്റെ ഹൊറർ എലമെൻറ്റ് എന്ന് പറയുന്നത് ജംപ് സ്കെയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരെ കുറവാണ്. എന്നാൽ പോലും ഇതിൻ്റെ വയലൻസ് ഭയങ്കര എഫക്റ്റീവായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എ സർട്ടിഫിക്കറ്റ് ആണ്, അത് കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഫിലോസഫി, പടം എന്താണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നില്ല പ്രായപൂർത്തിയാവാത്ത ഒരാൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടുള്ള എ സർട്ടിഫിക്കറ്റ് പടമാണ്. അത് തന്നെ കിട്ടിയിട്ടുമുണ്ട്. എനിക്ക് ആക്ച്വലി ഈ വർഷം കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും നല്ല ഇതുവരെ ഞാൻ കണ്ട 14ാമത്തെ സിനിമയാണ് ഈ വർഷം. ഈ 14 സിനിമകളിൽ 13 സിനിമ സർവ്വമായും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ 14 എന്ന് പറഞ്ഞത്. 14 വർഷം തിയേറ്ററിൽ പോയി, എന്നാൽ 13ാമത്തെ സിനിമ. ഈ 13 സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും വർക്കായിട്ടുള്ള സിനിമയാണ് 28 Years Later ദ ബോൺ ടെമ്പിൾ. ആക്ച്വലി ഇതൊരു സോംബി സർവൈവൽ ത്രില്ലർ എന്നുള്ള രീതിയിലല്ല, ഇതൊരു പൊളിറ്റിക്കലി ഇത് പറയുന്ന ആ ഫിലോസഫി വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലൈൻ, ആ ഒരു ആംഗിളും കൂടി ഈ പടത്തിലുണ്ട് എന്ന് വിചാരിച്ച് ആ ഒരു രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി കിട്ടുന്ന ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും 28 Years Later ദ ബോൺ ടെമ്പിൾ. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഞാൻ ഈ സിനിമ കണ്ടത് PVR പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ പാസ്പോർട്ട് തന്നെ എടുക്കണമെന്നില്ല. പാസ്പോർട്ടിനേക്കാൾ ലാഭകരമായിട്ട് പാസ്പോർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് 123 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ സിനിമ 92 രൂപയ്ക്ക് കാണാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ചൊവ്വാഴ്ചയും PVR സ്ക്രീനുകളിൽ, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്, കൊച്ചിയിൽ 3 PVR ഉണ്ട്. ഒന്ന് ലുലു മാളിലാണ്, ഒന്ന് ഒബ്രോൺ മാളിലാണ്, ഒന്ന് ഫോറം മാളിലാണ്. അതിനകത്തുള്ള 3 തിയേറ്ററിൽ ഫോറം മാളിലും ഒബ്രോൺ മാളിലും കാര്യമായിട്ടുള്ള ഈ ഓഫേഴ്സും കാര്യങ്ങളൊന്നും വരാറില്ല. പക്ഷേ ലുലു മാളിലുള്ള PVRൽ എല്ലാ ചൊവ്വാഴ്ചയും പുതിയ ഇംഗ്ലീഷ് സിനിമകൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബോൺ ടെമ്പിൾ എന്ന് പറയുന്ന സിനിമ, ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന സിനിമ, ഇതിനെല്ലാത്തിനും 92 റുപ്പീസേ ഉള്ളൂ. ഈ 92 റുപ്പീസിന് നമുക്ക് ഒരു സിനിമ കാണാൻ പറ്റും. നിങ്ങളത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നേരെ അവിടെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 92 രൂപ. മൾട്ടിപ്ലക്സുകളിലായിരിക്കും ഇതുപോലെ ഇംഗ്ലീഷ് സിനിമകൾ റിലീസ് ഉണ്ടാവുന്നത്. മൾട്ടിപ്ലക്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ടിക്കറ്റ് റേറ്റും കൂടുതലായിരിക്കും. പക്ഷേ ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ ചൊവ്വാഴ്ച ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ 92 റുപ്പീസിന് ഈ സിനിമ കാണാനുള്ള ഒരു ഓഫറുണ്ട്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഞാൻ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് 123 രൂപ കണ്ടത്. ആക്ച്വലി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എനിക്കും ലാഭമായിരുന്നു 92 എന്നുള്ളത്. പക്ഷേ പിന്നെ പാസ്പോർട്ട് എനിക്ക് ഈ ആഴ്ച ഉപയോഗിക്കാൻ വേറെ സിനിമകളൊന്നുമില്ല. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഇതുപോലുള്ള ഓഫേഴ്സും കാര്യങ്ങളെല്ലാം PVRന്റെ ചില സ്ക്രീനുകളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ പരമാവധി അത് മുതലാക്കുക.